ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടൊരു സൈഡ് ഡിഷ് റെസിപ്പിയാണ്. ചപ്പാത്തിക്കായിട്ടുള്ളൊരു സൈഡ് ഡിഷ് റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എങ്ങനെയാണ് ചെയ്തെന്ന് നോക്കാം. അതിന് വേണ്ടി 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളി വന്നിട്ട് നമ്മൾ ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഉള്ളിയുടെ ഒരു മുകളിലെ ഭാഗം നമുക്ക് ഈ ഒരു അളവിലേക്ക് കിട്ടുന്ന വലിയ പീസിൽ ഒരു 2 പീസ് മാത്രം കട്ട് ചെയ്ത് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. ഇത്രയും മാത്രം വഴറ്റിയാൽ മതി. എന്നിട്ട് നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുത്തിട്ട് അതേ പാത്രത്തിൽ തന്നെയാണ് വീണ്ടും ഒരു 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 2-3 പീസ് പട്ട, ഒരു 3 പീസ് ഗ്രാമ്പു ഇതും കൂടിയിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ 2 ഉള്ളിയാണ് കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ 2 ഉള്ളിയെങ്കിലും നമ്മൾ ചേർക്കുമ്പോഴാണ് നമുക്കൊരു ഗ്രേവി കുറച്ച് ഒരു 3 പേർക്ക് കഴിക്കുന്ന അളവിലേക്കായിട്ടാണ് നമ്മൾ 2 ഉള്ളി ചേർത്തത്. ഇപ്പോൾ നിങ്ങൾ കുറവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളെന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കാഷ്നട്ടിന് വേസ്റ്റോ അല്ലെങ്കിൽ തേങ്ങയുടെ പാലോ അതൊന്നും നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 2 ഉള്ളിയെങ്കിലും നമ്മൾ ചേർക്കണം എന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മുടെ ഉള്ളി ഏകദേശം നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ. വഴണ്ടി വന്നതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ പേസ്റ്റ് അല്ല കേട്ടോ, ഞാൻ ചെറുതായിട്ടൊന്ന് ചതച്ചാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഇതും കൂടി നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് തക്കാളിയുടെ പേസ്റ്റാണ് മിക്സിയിലിട്ട് അടിച്ച 2 തക്കാളി, നല്ല പഴുത്ത 2 തക്കാളി മിക്സിയിലിട്ട് അടിച്ച് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് തൈരാണ് ചേർക്കുന്നത്. ഞാനിവിടെ തൈര് വന്നിട്ട് ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അതായത് ഞാൻ 2 തക്കാളിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ തൈരും എല്ലാം കൂടെ നമ്മൾ ഒരു 3 പേർക്ക് കഴിക്കാൻ അളവിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പുളിപ്പ് കൂടാൻ പാടില്ല. ഞാൻ എടുത്തിരിക്കുന്ന തൈര് വന്നിട്ട് ഒരു അളവായിട്ടുള്ളൊരു പുളിപ്പായ കാരണമാണ് ഞാൻ 1/4 കപ്പ് എടുത്തത്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചിട്ട് വേണം ചേർക്കാൻ. അപ്പോൾ നമ്മൾ തൈര് മൊത്തത്തിലായിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ചിരിക്കുന്ന തൈരാണെങ്കിൽ മൊത്തത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. എന്നാലും നമ്മൾ മിക്സിയിൽ ചെറുതായിട്ടൊന്ന് അടിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മൾ ജാറിലേക്ക് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം ചേർത്ത് ഒഴിച്ചിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സായി വരട്ടെ. അങ്ങനെ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് അടച്ച് വെക്കാം. അപ്പം ഒന്നുകൂടി നമ്മൾ ഈ മസാലയുടെ മണമൊക്കെ ഒന്ന് പോയി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കുറുകി വരും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുറുകി വരണം കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് കറക്റ്റായിട്ടുണ്ടാവുന്നത്. ഈ സമയത്ത് നമ്മൾ ഇനി കസ്തൂരി മേത്തിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇട്ടതിന് ശേഷം ഇപ്പം നമ്മുടെ ഗ്രേവി ഉണ്ടല്ലോ നല്ല തിക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ട് നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ, അപ്പോൾ അതാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ തിക്കായിട്ടുള്ള ഗ്രേവി ആവുന്ന സമയത്താണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് കേട്ടോ. വെറുതെ പറയല്ല കേട്ടോ. എന്താ പറഞ്ഞാലും നമുക്കിപ്പോൾ ചിക്കനും മട്ടനും അല്ലെങ്കിൽ ഒരു വെജിൻ്റെ ഒരു കുറുമ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നതിനേക്കാളും നല്ലൊരു ബെസ്റ്റ് കറി എന്ന് പറയാം കേട്ടോ. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി എന്ന് പറയുന്ന സമയത്ത് ഉറപ്പായിട്ടും ഇത് നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ. എന്താണെന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു നാടൻ കറികൾക്ക് ചിലവർക്ക് ഭയങ്കര താല്പര്യമായിരിക്കും. ആ ഒരു രീതിക്ക് നമുക്ക് ഈ ഒരു കറി എന്ന് പറയുമ്പോൾ ഒരു മൈൽഡായിട്ടുള്ള ഒരു ടേസ്റ്റും ആ ഒരു മണവും എല്ലാം ആ ഒരു ലിമിറ്റായിട്ട് നമ്മൾ ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർക്കാതെ ആ ഒരു നാടൻ രീതിക്ക് പോലെ നമ്മൾ ചെയ്തിരിക്കാൻ കേട്ടോ. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ആ ഒരു മണവും ടേസ്റ്റും എല്ലാം ശരിക്കും നന്നായിട്ടുണ്ടാവും കേട്ടോ. ചില സമയത്ത് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി പല കറികളും വെച്ചിട്ടുണ്ടാവും, പക്ഷേ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, നമ്മൾ പ്രതീക്ഷിച്ച പോലെ വന്നിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ഒരു കറി എന്ന് പറയുന്ന സമയത്ത് ശരിക്കും എല്ലാവർക്കും ഇഷ്ടമാവും. എന്ന് പറഞ്ഞാൽ നമ്മൾ ചില കറികളൊന്ന് സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അതുപോലെ നമുക്ക് ഈ ഒരു കറിയും അത്രയും ടേസ്റ്റി ആയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ മാത്രം പറഞ്ഞത്. അപ്പോൾ ഉറപ്പായിട്ടും ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കറി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഒണിയൻ കറി നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ചപ്പാത്തിക്ക് അപ്പോൾ ഇതുപോലെ ഒരു കറി റെഡിയാക്കി നോക്കുക. കൂടെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.